നമസ്കാരം. കെ എസ് ആറിന്റെ 32ാമത്തെ എപ്പിസോഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വീണ്ടും ചോദ്യത്തിലേക്ക് നേരിട്ട് കടക്കാണ്, സമയം കളയണ്ട. ദേശീയ തലത്തിലുള്ള ചാമ്പ്യൻഷിപ്പുകളിൽ പങ്കെടുക്കുന്നതിന്, നാഷണൽ ലെവല് ചാമ്പ്യൻഷിപ്പുകളിൽ പങ്കെടുക്കുന്നതിന് അർഹതയുള്ള സ്പെഷ്യൽ കാഷ്വൽ ലീവിന്റെ എണ്ണം എത്രയാണ്? അത് 45 ദിവസം വരെ എടുക്കാം സ്പെഷ്യൽ കാഷ്വൽ ലീവ്. അടുത്ത ചോദ്യം, താൽക്കാലിക ജീവനക്കാരുടെ കാര്യത്തിൽ ഒരു വർഷം എടുക്കാവുന്ന പരമാവധി ഏൺ ലീവ് എത്രയാണ്? അർജിത അവധി, ഏൺ ലീവ്. താൽക്കാലിക ജീവനക്കാരാണ്. അപ്പൊ താൽക്കാലിക ജീവനക്കാർക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന ആൻസർ വെച്ചിട്ട് ഒരു വർഷം എടുക്കാവുന്ന ഏൺ ലീവ് എന്ന് പറഞ്ഞാൽ 25, 30, 12, നൺ ഓഫ് ദീസ്. ഈ നൺ ഓഫ് ദീസ് ആ ഉത്തരം. പക്ഷെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഈ താൽക്കാലിക ജീവനക്കാരാണെങ്കിലും അവർക്ക് ഏൺ ലീവ് 1/11 വെച്ച് കൊടുക്കും. പക്ഷേ ഒരു വർഷം പരമാവധി 15 ദിവസമേ അനുവദിക്കുള്ളൂ. അത് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വർഷം 15 വരെ അനുവദിക്കുള്ളൂ. 1/11 വെച്ച് കൊടുക്കും. മറ്റുള്ളവരുടെ പോലെയല്ല താൽക്കാലിക ജീവനക്കാർക്ക്. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഒരു വർഷം പരമാവധി 15 ദിവസം വരെ മാത്രമേ അനുവദിക്കുള്ളൂ. നമ്മളിവിടെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ആൻസർ എന്ത് എന്നുള്ളതല്ല, ഓരോ കേസ് നമ്മൾ പരിചയപ്പെടുത്താണ്. അതാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. ചിലപ്പോൾ ആൻസർ ഇവിടെ ഇവയൊന്നും അല്ല എന്നായിരിക്കും, ചിലത് ഓൾ ഓഫ് ദി അബോവ് ആയിരിക്കും. ഈ സാധാരണഗതിയിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടുവരുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഓൾ ഓഫ് ദി അബോവ് ഉള്ള ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഉള്ളതിൽ മിക്കവാറും ഓൾ ഓഫ് ദി അബോവ് ആയിരിക്കും. നൺ ഓഫ് ദീസ് ഉള്ള ആൻസറുകളുള്ള കുറേ മിക്കവാറും ഒരു 90% നൺ ഓഫ് ദീസ് ആയിരിക്കും ആൻസർ. എന്ന് വെച്ചാൽ നമ്മൾ കാര്യം അറിയാതെ എഴുതേണ്ട കാര്യമില്ല, ഞാൻ അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത ചോദ്യം, ആദ്യ നിയമനത്തിനുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നതിനെ കുറിച്ച് കെ എസ് ആറിലെ ഏത് ചട്ടത്തിലാണ് പറയുന്നത്? റൂൾ 13ലാണ്. നമ്മൾ ആദ്യം ഫസ്റ്റിൽ PSC കിട്ടിയ നിയമനം നടത്തുന്ന സമയത്ത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം, മെഡിക്കൽ ഫിറ്റ്നസ്. അത് പറയുന്നത് റൂൾ 13ലാണ്. അടുത്ത ചോദ്യം, ഒരു ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റി 8 കിലോമീറ്റർ പരിധിക്കുള്ളിൽ നിയമിച്ചാൽ അർഹമായ പരമാവധി ചേരുന്നതിനുള്ള സമയം എത്രയാണ്? ഒരു ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയിട്ട് 8 കിലോമീറ്റർ പരിധിക്കുള്ളിൽ നിയമിച്ചാൽ അയാൾക്ക് ജോയിനിങ് ടൈം എത്രയാണ്? ആ ജോയിനിങ് ടൈം അയാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ജോയിനിങ് ടൈം എന്ന് പറയുന്നത് ഒരു ദിവസമാണ്. ഒരു ദിവസമാണ്. അടുത്ത ചോദ്യം, പൂർണ്ണ പെൻഷനായി ആവശ്യമായ യോഗ്യതാ സേവന വർഷങ്ങളുടെ എണ്ണം എത്രയാണ്? പൂർണ്ണ പെൻഷൻ കിട്ടണമെങ്കിൽ ഇവിടെ ഇവയിലൊന്നും അല്ല എന്നാണ് ഉത്തരം ഇവിടെ ഉള്ളത്. പക്ഷെ നമ്മളത് മനസ്സിലാക്കേണ്ട എന്താ, ഫുൾ പെൻഷൻ എത്ര വർഷമാണ് വേണ്ടത്? 30 വർഷമാണ് ഫുൾ പെൻഷന് സർവീസ് വേണ്ടത്. അടുത്ത ചോദ്യം, TA കണക്കാക്കുന്നതിനായിട്ട് ഉദ്യോഗസ്ഥരെ എത്ര ഗ്രേഡുകളാക്കി തരംതിരിച്ചിരിക്കുന്നു? TA കണക്കാക്കുന്നതിന് വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥരെ എത്ര ഗ്രേഡുകളാക്കി തരംതിരിച്ചിരിക്കുന്നു? 4 ഗ്രേഡുകളാക്കിയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. നമുക്കറിയാം അല്ലേ? 1, 2, 3, 4, അങ്ങനെ 4 ഗ്രേഡാണ്. ഗ്രേഡ് 1 ഓഫീസർ, ഗ്രേഡ് 2 ഓഫീസർ, ഗ്രേഡ് 3 ഓഫീസർ, ഗ്രേഡ് 4 ഓഫീസർ. ഇതിൽ തന്നെ പിന്നെ ഒന്ന് തരംതിരിച്ചിരിക്കുന്നത് ഗ്രേഡ് 2Aയും Bയും ആയിട്ടൊന്ന് ഒരു തരംതിരിവുണ്ട്. പക്ഷേ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് 4ആയിട്ടാണ്. അടുത്ത ചോദ്യം, ക്ലാസ് 2 ഹിൽ ട്രാക്കിൽ യാത്ര ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് എത്ര ശതമാനം അധിക DA അല്ലെങ്കിൽ മൈലേജ് അലവൻസ് ലഭിക്കാൻ അർഹതയുണ്ട്? ക്ലാസ് 2 ജീവനക്കാരനാണ്, ഫസ്റ്റ് അത് മനസ്സിലാക്കുക. അങ്ങനെ ഒരു യാത്ര ചെയ്യുകയാണ്, ഒരു TA ഒരു ഔദ്യോഗിക ആവശ്യത്തിന് ഹിൽ ട്രാക്കിൽ യാത്ര ചെയ്യേണ്ടി വന്നു. ഹിൽ ട്രാക്ക് പ്രധാനമായിട്ടുള്ളത് വയനാടും ഇടുക്കിയാണ് ഹിൽ ട്രാക്ക് ഉള്ളത്. അവിടെയൂടെ യാത്ര ചെയ്താൽ ആ ഉദ്യോഗസ്ഥർക്ക് ആ TA DA ഒക്കെ ക്ലെയിം ചെയ്യുന്ന സമയത്ത് അധിക DA ക്ലെയിം ചെയ്യാൻ അർഹതയുണ്ട്. നിലവിലുള്ളതിൻ്റെ അധികം. അത് എത്രയാണ് ക്ലാസ് 2 ജീവനക്കാർക്ക്? അത് 12.5% അധികം. നിലവിലുള്ളതിൻ്റെ 12.5% അധികം DAയോ അല്ലെങ്കിൽ മൈലേജ് അലവൻസ് ക്ലെയിം ചെയ്യാൻ അർഹതയുണ്ട്. അപ്പോൾ ക്ലാസ് 2 ജീവനക്കാരുടെ ഹിൽ ട്രാക്ക് എന്ന് പറയുന്നത് നിലവിലുള്ളതിനേക്കാൾ 12.5% അധികം വാങ്ങാം. അടുത്തത്,
കേരളത്തിന് പുറത്തേക്കുള്ള സ്ഥലമാറ്റമാണെങ്കിൽ അനുവദനീയമായ പരമാവധി ജോയിൻ ടൈം എത്രയാണ്? കേരളത്തിന് പുറത്തേക്ക് ജോയിൻ ടൈം 30 ദിവസം വരെ കിട്ടും. 30 ദിവസം. അടുത്ത ചോദ്യം, KSR പാർട്ട് 2 നിലവിൽ വന്നത് എന്നാണ്? അത് 1/11/59 1959 1/11/1959 KSR പാർട്ട് 2 നിലവിൽ വന്നത്. അടുത്തത്, തുടർച്ചയായി അനുവദിക്കുന്ന പ്രസ്വാവധി എത്ര ദിവസമാണ്? അത് 180 ഡേയ്സ് ആണ്, അറിയാം നമുക്ക്. മിനിമം പെൻഷനായി ആവശ്യമായ യോഗ്യതാ സേവനം എത്രയാണ്? മിനിമം പെൻഷൻ വേണമെങ്കിൽ പറയുന്ന വർഷം എന്ന് പറയുന്നത് 10 വർഷമാണ്. അടുത്ത ചോദ്യം, നിലവിൽ ആകെ ലഭിക്കാവുന്ന സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റുകൾ എത്രയാണ്? സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റുകൾ 5 എണ്ണമാണ്. അതായത് ഒരു സ്കെയില് നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ഒരു സ്കെയിലിന്റെ ഏറ്റവും അങ്ങേയറ്റത്ത് നമ്മളെ ബേസിക് പേ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കൊടുക്കാൻ ഇൻക്രിമെന്റ് ഇല്ല. അത്തരം ഒരു സന്ദർഭത്തിൽ കൊടുക്കുന്ന ഇൻക്രിമെന്റിനാണ് നമ്മൾ സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റ് എന്ന് പറയുന്നത്. ആ സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റ് പാർട്ട് ടൈംകാരാണെങ്കിൽ 3 എണ്ണവും, ഫുൾ ടൈം അതായത് നമ്മളെ സാധാരണ എംപ്ലോയീസിന് 5 എണ്ണവും കൊടുക്കും. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു സ്പെഷ്യൽ ലീവ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. താഴെ പറയുന്നവയിൽ ഏതാണ് സ്പെഷ്യൽ ലീവ്? ഇവിടെ സ്പെഷ്യൽ ലീവ് നോട്ട് ഡ്യൂ സ്പെഷ്യൽ ലീവ് ആണ്. LW അണ്ടർ അപ്പൻഡിക്സ് 12B, വിച്ച് among the following is a സ്പെഷ്യൽ ലീവ്? അപ്പോൾ ലീവ് നോട്ട് ഡ്യൂ അത് സാധാരണ ലീവാണ്, സ്പെഷ്യൽ ലീവ് എന്ന് പറയാൻ പറ്റില്ല. LWA അപ്പൻഡിക്സ് 12Bയിൽ അതും സ്പെഷ്യൽ ലീവ് എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ സ്പെഷ്യൽ ലീവ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്, അത് പെറ്റേണിറ്റി ലീവാണ്. പെറ്റേണിറ്റി ലീവാണ് സ്പെഷ്യൽ ലീവിന്റെ കാറ്റഗറിയിൽ ഇവിടെ വന്നിട്ടുള്ളത്. അടുത്ത ചോദ്യം, ഡിപ്പാർട്ട്മെന്റ് വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ TA പരിധി എത്ര കുറയ്ക്കും? മനസ്സിലായില്ലേ? അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് വാഹനത്തിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ TA പരിധി അതിന്റെ കാൽക്കുലേഷനിൽ എത്ര കുറയ്ക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 50% കുറവ് ചെയ്യും. ഒരു യാത്രയ്ക്കുള്ള ആകസ്മിക ചെലവ്, അതായത് ഒരു യാത്ര, ആ യാത്രയ്ക്കുള്ള ഇൻസിഡന്റൽ എക്സ്പെൻസ് പരമാവധി എത്രയായിട്ട് ലിമിറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. പരമാവധി 1 DA ആണ് ഒരു ജേണിക്കുള്ള ഇൻസിഡന്റൽ എക്സ്പെൻസ്, വിച്ച് ഈസ് ലിമിറ്റഡ് ടു 1 DA. അടുത്തത്, നിലവിലെ DCRG തുക എത്രയായിട്ട് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്? 17 ലക്ഷമാണ് ലിമിറ്റ് ചെയ്തിരിക്കുന്നത്. ഫാമിലി പെൻഷന്റെ ഉയർന്ന നിരക്ക് എത്രയാണ്? ഫാമിലി പെൻഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഉയർന്ന നിരക്ക് എന്ന് പറയുന്നത് 50%. അവസാന ബേസിക് പേയുടെ 50% ഉയർന്ന നിരക്ക്. സാധാരണ നിരക്ക് എന്ന് പറയുന്നത് ലാസ്റ്റ് ബേസിക് പേയുടെ 30%. ഈ 50% എന്ന് പറയുന്നത് ഒരാൾ റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് 7 വർഷം വരെയാണ്. അതിനിടയിൽ അയാൾ മരണപ്പെട്ടാൽ അയാൾക്ക് അവസാന ബേസിക് പേയുടെ 50% അയാൾക്ക് ഫാമിലി പെൻഷനായിട്ട്, ഫാമിലി പെൻഷൻ അയാൾക്കല്ല കിട്ടുക, അയാളുടെ ആശ്രിതനാണ് കിട്ടുക, 50% കിട്ടും. ഇത് സർവീസിൽ ഇരിക്കെ മരണപ്പെട്ടാലും ഇത് തന്നെയാണ് റൂള്. ആ സർവീസിൽ ഇരിക്കെ മരണപ്പെടുന്നത് മുതൽ 7 വർഷക്കാലത്തോളം അവർക്ക് ഈ ഹയർ റേറ്റ്, ഉയർന്ന റേറ്റ്, അതായത് അവസാന ബേസിക് പേയുടെ 50% കിട്ടും. അടുത്ത ചോദ്യം, അഡ്വാൻസ് ഇൻക്രിമെന്റ് അനുവദിക്കുന്നത് ആരാണ്? അഡ്വാൻസ് ഇൻക്രിമെന്റ് അനുവദിക്കുന്നത് ഗവൺമെന്റ് ആണ്. നമുക്ക് സംശയിക്കേണ്ട ആവശ്യമില്ല, ഗവൺമെന്റ് ആണ്. അടുത്ത ചോദ്യം, 10 വർഷത്തിൽ താഴെ മാത്രം യോഗ്യതാ സേവനമുള്ള ജീവനക്കാരന് ഏത് പെൻഷനാണ് അനുവദിക്കുന്നത്? അത് നമ്മൾ സാധാരണഗതിയിട്ട് 10 വർഷത്തിൽ താഴെയാണ്. അപ്പോൾ നമ്മൾ 1 വർഷം, 2 വർഷം, 3 വർഷം, 4 വർഷം, 5 വർഷം, 6 വർഷം, 7 വർഷം, 8 വർഷം, 9 വർഷം വരെ ഉള്ളവർക്ക് ഓരോ സ്റ്റേജ് കൃത്യമായ ഫിക്സഡ് ആയിട്ടുള്ള പെൻഷൻ അനുവദിച്ചിട്ടുണ്ട്. ആ പെൻഷനാണ് നമ്മൾ എസ് ഗ്രേഷ്യ പെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 10 വർഷം ഉണ്ടെങ്കിൽ ആണ് നമുക്ക് മിനിമം പെൻഷൻ കിട്ടുക. അതല്ല 9 വരെ, 1 മുതൽ 1 വർഷം ജോലി ചെയ്താലും ഒരു പെൻഷനുണ്ട്, 2 വർഷം ജോലി ചെയ്താൽ അതിനേക്കാൾ ലേശം കൂടെ കൂടിയ പെൻഷൻ ഉണ്ട്. ആ രീതിയിൽ പെൻഷൻ ചട്ടം നിലവിൽ വന്നത് എപ്പോഴാണ്? പെൻഷൻ ചട്ടം നിലവിൽ വന്നത് 1/11/1956 1/11/1956 പെൻഷൻ ചട്ടം നിലവിൽ വന്നത്. അടുത്തത്, ഗ്രേഡ് 2B ഓഫീസർക്ക് നിലവിലെ ബാധകമായ DA
ഡെയിലി അലവൻസ് എത്രയാണ്? ഗ്രേഡ് 2 ഓഫീസർ, നമുക്കറിയാം ഗ്രേഡ് 1 ഓഫീസർക്ക് 600 ഗ്രേഡ് 2 ഓഫീസർക്ക് 500 ഗ്രേഡ് 3ക്ക് 350 ഗ്രേഡ് 4നും 350 ഡെയിലി അലവൻസ്. അത് 2ലെ എ ആയാലും ബി ആയാലും 500 തന്നെയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗ്രേഡ് 1 ഓഫീസർ എന്ന് പറഞ്ഞാൽ ബേസിക് പേ 70,000-വും അതിൽ കൂടുതലും ഉള്ള ആൾക്കാരാണ് ഗ്രേഡ് 1 ഓഫീസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ട്രാൻസിറ്റ് കാലയളവിൽ ബാധകമായ HRA, CCA എന്നിവ ഏത് നിരക്കിലാണ്? ട്രാൻസിറ്റ് കാലയളവ് എന്ന് പറഞ്ഞാൽ ഒരാള് ഒരു പ്രൊമോഷനായി എന്ന് വിചാരിക്കാം. ആ പ്രൊമോഷൻ ആയി കഴിയുമ്പോൾ അയാൾ പഴയ സ്റ്റേഷനിൽ നിന്ന് റിലീവ് ചെയ്തിട്ട് പുതിയ സ്റ്റേഷനിൽ ജോയിൻ ചെയ്യണം. അപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്യുന്ന സമയത്ത് അയാൾ ആവശ്യമായ ജോയിനിങ് ടൈം എടുക്കും. ആ ജോയിനിങ് ടൈം എടുക്കുന്ന ആ കാലഘട്ടത്തിനെയാണ് നമ്മൾ ട്രാൻസിറ്റ് പീരീഡ് എന്ന് പറയുന്നത്. അതായത് അവിടുന്ന് വിട്ടു, ഇവിടെ ജോയിൻ ചെയ്തിട്ടുമില്ല, ആ കാലയളവാണ് ട്രാൻസിറ്റ് പേ. ആ ട്രാൻസിറ്റ് കാലയളവിൽ HRA കിട്ടും, CCA കിട്ടും. രണ്ടുമല്ല, ഒന്നുകിൽ HRA അല്ലെങ്കിൽ സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് ആണെങ്കിൽ, കോർപ്പറേഷനിലാണെങ്കിൽ അത് കിട്ടും, അല്ലെങ്കിൽ HRA കിട്ടും. അത് ഏത് നിരക്കിലാണ് കിട്ടുക എന്നാ. പുതിയ സ്റ്റേഷനിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു ഫിക്സേഷനൊക്കെ കിട്ടും. ആ ഫിക്സേഷൻ അനുസരിച്ച് HRA മാറുമല്ലോ ശതമാനം വെച്ച് പറയുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ ആൻസർ പഴയ സ്റ്റേഷനിലെ നിരക്കിലാണ് കിട്ടുക. നമ്മൾ ആ റിലീവ് ചെയ്ത സ്റ്റേഷനിൽ എന്താണോ റേറ്റ്, ആ റേറ്റിലാണ് നമുക്ക് ഈ ട്രാൻസിറ്റ് പീരീഡിലെ HRAയും CCAയും കിട്ടുക. അടുത്ത ചോദ്യം, ആന്റിസിപ്പേറ്ററി പെൻഷന്റെ കാര്യത്തിൽ ബാധകമായ DCRG. ആന്റിസിപ്പേറ്ററി പെൻഷൻ അനുവദിക്കുകയാണെങ്കിൽ നമുക്കത്, ആന്റിസിപ്പേറ്ററി പെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പെൻഷനൊക്കെ അപേക്ഷ കൊടുത്തു യഥാർത്ഥ കറക്റ്റ് സമയത്ത് തന്നെ, പക്ഷെ നമുക്ക് കൃത്യസമയത്ത് പെൻഷൻ പാസ്സാക്കാൻ കഴിഞ്ഞില്ല, അത് അനുവദിച്ച് കിട്ടിയില്ല. ആ സമയത്ത് അനുവദിക്കുന്ന ഒരു പെൻഷനാണ്, അല്ല അലവൻസ് ആണ് ആന്റിസിപ്പേറ്ററി പെൻഷൻ എന്ന് പറയുന്നത്. അത് പിന്നെ ആ സമയത്ത് ആന്റിസിപ്പേറ്ററി പെൻഷന്റെ കാര്യത്തിൽ അങ്ങനെയാണെങ്കിൽ DCRG എത്ര കൊടുക്കുമെന്നാണ്. അതും 75% കൊടുക്കും DCRG. അടുത്ത ചോദ്യം, ഏത് കോൺട്രിബ്യൂട്ടറി പെൻഷൻ എന്ന് മുതലാണ്? 1/4/2013 മുതലാണ് നമുക്ക് അറിയുന്നത്. ഒറ്റത്തവണയായി എടുക്കാവുന്ന പരമാവധി ഏൺ ലീവ് എത്രയാണ്? ഒറ്റത്തവണയായിട്ട് അവൈൽ ചെയ്യാവുന്ന ഏൺ ലീവ് 180 ഡേയ്സ് ആണ്. ഒറ്റത്തവണയായിട്ട് അവൈൽ ചെയ്യാവുന്ന ഏൺ ലീവ് എന്ന് പറയുന്നത് 180 ഡേയ്സ് ആണ്. ലീവ് എടുക്കുകയാണ്, ഏൺ ലീവ്, സറണ്ടർ ചെയ്യല്ല. അടുത്തത്, KSR പാർട്ട് 1-ലെ ഏത് ചട്ടമാണ് ശമ്പളം നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ടത്? ശമ്പളം നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട റൂൾ എന്ന് പറയുന്നത് 28A, അതെ. റൂൾ 30, അതെ. റൂൾ 37A, അതെ. ഈ എല്ലാം നമ്മൾ ശമ്പളവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി അടുത്ത ചോദ്യം, ടൈം ബൗണ്ട് ഹയർ ഗ്രേഡുമായി ബന്ധപ്പെട്ട താഴെ പറയുന്നവയിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരി? ടൈം ബൗണ്ട് ഹയർ ഗ്രേഡ്. ടൈം ബൗണ്ട് ഹയർ ഗ്രേഡിൽ നമുക്ക് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരി എന്നാണ്? ശരി, LWA പീരീഡ് വിൽ ബി റെക്കൻഡ്. LWA പീരീഡ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതാണെങ്കിൽ ഗ്രേഡിന് പരിഗണിക്കില്ല. പ്രൊഫഷണൽ സർവീസ് വിൽ ബി റെക്കൻഡ് ഇല്ല. 1/10/94 മുമ്പുള്ള പ്രൊഫഷണൽ സർവീസ് മാത്രമേ പരിഗണിക്കുള്ളൂ. ഇതിൽ കറക്റ്റ് എന്ന് പറയുന്നത് എംപ്ലോയീസ് ഹു ഹാഡ് നോട്ട് ക്വാളിഫൈഡ് ദ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് വിൽ ഓൾസോ ബി എലിജിബിൾ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എംപ്ലോയീസ് ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് പാസ്സായിട്ടില്ല. ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് പാസ്സായില്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രൊമോഷൻ കിട്ടുന്നതല്ല, എന്നാൽ ഗ്രേഡ് കിട്ടുന്നതാണ്. ഇപ്പോൾ 8 വർഷമാകുമ്പോൾ ഗ്രേഡ് കിട്ടും, 15 വർഷമാകുമ്പോൾ ഗ്രേഡ് കിട്ടും, 22 വർഷമാകുമ്പോൾ അത് കൃത്യമായിട്ട് ഗ്രേഡുകൾ കിട്ടിക്കൊണ്ടിരിക്കും. എന്നാൽ അവർക്ക് പ്രൊമോഷൻ കിട്ടുന്നതല്ല. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു LD ക്ലർക്ക് ടെസ്റ്റ് പാസ്സായില്ല, അയാൾ LD ക്ലർക്കായിട്ട് തന്നെ സർവീസ് മുഴുവൻ നിൽക്കും. അയാൾക്ക് UD ആവുകയോ ജൂനിയർ സൂപ്രണ്ട് ആവുകയോ ഒന്നും ചെയ്യില്ല. അടുത്ത ചോദ്യം,
അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് പാസ്സാകാത്ത ജീവനക്കാരും എന്തിനർഹരായിരിക്കും? ഈ പിന്നെ ഗ്രേഡ് വാങ്ങാൻ വേണ്ടി അർഹരായിരിക്കും. അടുത്ത ചോദ്യം, ഒരു ഗ്രേഡ് 2 ഓഫീസർക്ക് ഔദ്യോഗിക ടൂറിനിടെ 3 ദിവസത്തേക്ക് സൗജന്യ ബോർഡിംഗ് നൽകുന്നു. അനുവദനീയമായ DA നിരക്ക് എത്രയാണ്? അവിടെ ഗവൺമെന്റ് ഫ്രീ ലോഡ്ജിങ് മാത്രം കൊടുക്കും, വേറെ ഒന്നുമില്ല. ലോഡ്ജിങ് മാത്രം കൊടുത്താൽ അയാളുടെ ഡെയിലി അലവൻസ്, അതിനാണ് DA എന്ന് പറയുന്നത്. ഡെയിലി അലവൻസ് എന്ന് പറയുന്നത് അര DA ആയിരിക്കും, പകുതി DA ആയിരിക്കും. കാരണം അവിടെ ബോർഡിങ് കൊടുക്കുന്നുണ്ട്, താമസ സൗകര്യം മാത്രം കൊടുക്കുന്നു, ഫുഡില്ല. അപ്പോൾ അര DA കൊടുക്കും. അടുത്ത ചോദ്യം, സസ്പെൻഷൻ കാലയളവിൽ താഴെ പറയുന്നവയിൽ ഏത് അവധി അനുവദിക്കാം? സസ്പെൻഷൻ കാലയളവിൽ യാതൊരുവിധ അവധിയും അനുവദിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾ സസ്പെൻഷനിലാണ്. ആ സസ്പെൻഷൻ പീരീഡിൽ യാതൊരുവിധ ലീവുകളും അനുവദിക്കാൻ കഴിയില്ല. അടുത്ത ചോദ്യം, ഫോറിൻ സർവീസ് പെൻഷൻ കോൺട്രിബ്യൂഷനാണ്. ഫോറിൻ സർവീസിലെ പെൻഷൻ കോൺട്രിബ്യൂഷൻ ഏത് നിരക്കിലാണ് അടയ്ക്കുന്നത്? നമ്മൾ മനസ്സിലാക്കണം, ഒരു ഫോറിൻ സർവീസിലേക്ക് ഒരു ജീവനക്കാരൻ പോയാൽ അയാൾ ഗവൺമെന്റിലേക്ക് പെൻഷൻ കോൺട്രിബ്യൂഷൻ അടയ്ക്കണം. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞിരുന്നു, വിദ്യാഭ്യാസ വകുപ്പിലെ ഒരു അധ്യാപകൻ സർവ്വശിക്ഷാ അഭിയാനിലേക്ക് പോയി. ഈ സർവ്വശിക്ഷാ അഭിയാൻ എന്ന് പറയുന്നത് ഗവൺമെന്റ് കൺട്രോളിലുള്ളതാണ്. പക്ഷേ ഗവൺമെന്റിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നല്ല അവിടെ ശമ്പളം കൊടുക്കുന്നത്. അതൊരു പ്രൊജക്റ്റാണ്, ആ പ്രൊജക്റ്റിന്റെ ഫണ്ടാണ്, അതിൽ നിന്നാണ് ശമ്പളം കൊടുക്കുന്നത്. അത്തരം ഒരു സാഹചര്യത്തിൽ ഇവിടെയുള്ള അധ്യാപകൻ ഗവൺമെന്റ് സ്റ്റാഫാണ് അങ്ങോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഇയാൾക്കുള്ള പെൻഷൻ കോൺട്രിബ്യൂഷൻ ആ പ്രൊജക്റ്റിൽ നിന്ന് അടയ്ക്കണം. അത് 15%. ആ 15% എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ശമ്പള സ്കെയിലിലെ അവസാന ഫിഗറാണ്. ഒരു സ്കെയിൽ ഉണ്ടാവുമല്ലോ ഇദ്ദേഹത്തിന്, ശമ്പള സ്കെയിൽ. ആ ശമ്പള സ്കെയിലിന്റെ പരമാവധിയുടെ 15%. ഇയാൾക്ക് കിട്ടുന്നതിന്റെ 15% അല്ല എന്നോർക്കണം. ഇയാൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ശമ്പള സ്കെയിലിന്റെ പരമാവധി, അതിന്റെ 15%. അടുത്ത ചോദ്യം, വോളണ്ടറി റിട്ടയർമെന്റ് അനുവദനീയമായ പരമാവധി വെയിറ്റേജ്. വോളണ്ടറി റിട്ടയർമെന്റ് അല്ലെങ്കിൽ റിട്ടയറിംഗ് പെൻഷൻ എന്ന് പറയും. അതിന് അനുവദനീയമായിട്ടുള്ള മാക്സിമം വെയിറ്റേജ് എത്രയാണ്? വെയിറ്റേജ് എന്ന് പറയുന്നത് 5 വർഷമാണ്. 5 വർഷമാണ്. അപ്പോൾ സ്വമേധയാ വിരമിക്കലിന് അനുവദനീയമായ പരമാവധി സർവീസ് വെയിറ്റേജ് എന്ന് പറയുന്നത് 5 വർഷമാണ്. അടുത്ത ചോദ്യം, ഒരു ലീവ് അക്കൗണ്ടിൽ നമ്മൾ 25 വർഷം, അയാൾക്ക് ഇനി 5 വർഷം സർവീസ് ഉള്ളപ്പോഴാണ് അയാൾ വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തതെങ്കിൽ ആ 5 വർഷം കൂടി ഈ സർവീസിന്റെ ഒപ്പം കൂട്ടാം. അയാൾക്ക് പിന്നെ അയാൾക്ക് 7 വർഷം സർവീസ് ഉണ്ടെന്ന് വിചാരിക്കാം. റിട്ടയർ ചെയ്യാൻ ഈ വോളണ്ടറി കൊടുത്തപ്പോൾ 7 വർഷമുണ്ട്. എത്ര കൂട്ടും? അപ്പോഴും 5 വർഷം വരെ മാക്സിമം കൂട്ടാൻ പറ്റുള്ളൂ. അടുത്ത ചോദ്യം, അയാൾക്ക് 2 വർഷം മാത്രമേ സർവീസ് ബാക്കിയുള്ളൂ എങ്കിൽ എത്ര കൂട്ടും? 2 വർഷം കൂട്ടും. ഒരു ലീവ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാവുന്ന പരമാവധി ഏൺ ലീവ് എത്രയാണ്? 300 ദിവസമാണ്. താഴെ പറയുന്നവയിൽ ഏത് അവധി അപേക്ഷിച്ചാൽ അധികാരികൾക്ക് അത് മാറ്റാൻ സാധിക്കും? അവധി മാറ്റാൻ അധികാരികൾക്ക്, ഒരു ലീവ് എടുത്തു, ആ ലീവ് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ റിക്വസ്റ്റ് കൊടുക്കണം. അല്ലാതെ അധികാരികൾക്ക് സ്വന്തമായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള അധികാരം ഇല്ല. ഒരു വർഷത്തിൽ എത്ര തവണ ഹാഫ് പേ ലീവ് സറണ്ടർ ചെയ്യാം? വാചകങ്ങളൊക്കെ ശ്രദ്ധിച്ചോണേ. ഒരു വർഷത്തിൽ എത്ര തവണ ഏൺ ലീവ് സറണ്ടർ ചെയ്യാന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഹാഫ് പേ ലീവ് സറണ്ടർ ചെയ്യാന്ന്. ഹാഫ് പേ ലീവ് സറണ്ടർ ചെയ്യുന്ന പരിപാടി ഇല്ല. ഹാഫ് പേ ലീവ് എന്ന് പറയുന്നത് ഓരോ വർഷവും ഉള്ളതാണ്, അത് സറണ്ടർ ചെയ്യാൻ പറ്റുന്നതല്ല. എത്ര വർഷത്തെ സ്ഥിരം സേവനത്തിന് ശേഷമാണ് കമ്മ്യൂട്ടഡ് ലീവ് അനുവദിക്കുന്നത്? 3 വർഷത്തെ സ്ഥിര സേവനം ഉണ്ടെങ്കിലേ കമ്മ്യൂട്ടഡ് ലീവ് അനുവദിക്കാവൂ. പിതൃത്വ ലീവ്, പെറ്റേണിറ്റി ലീവ് പരമാവധി എത്ര കാലത്തേക്ക് അനുവദിക്കുന്നു? പെറ്റേണിറ്റി ലീവ് അനുവദിക്കുക എന്ന് പറയുന്നത് ഡെലിവറി മുതൽ 3 മാസത്തിനുള്ളിൽ എടുത്തിരിക്കണമെന്നാണ്. 10 ദിവസത്തേക്കാണ് അടയ്ക്കാൻ പറ്റുക. പെറ്റേണിറ്റി ലീവ് 10 ദിവസത്തേക്കാണ് അടയ്ക്കാൻ പറ്റുക.
10 ദിവസത്തേക്കാണ്. ഈ പാറ്റേണിറ്റി ലീവ് എടുക്കുന്നതിന്റെ കണ്ടീഷൻ എന്താന്ന് പറഞ്ഞാൽ പ്രഫിക്സും സഫിക്സും ഒക്കെ അനുവദിക്കാം, പക്ഷേ ഇടയ്ക്ക് ലീവ് ഉണ്ടെങ്കിൽ അത് അതിനകത്ത് പെടും. മാത്രമല്ല ഡെലിവറിക്ക് 10 ദിവസം മുമ്പ് വരെ വേണമെങ്കിൽ ഇത് എടുക്കാം. ഡെലിവറി കഴിഞ്ഞ് 3 മാസത്തിനുള്ളിലും എടുത്തിരിക്കണമെന്നാണ് വ്യവസ്ഥ. ആകെ 2 തവണ മാത്രമേ ഇത് അനുവദിക്കുള്ളൂ. പെറ്റേണിറ്റി ലീവ് 2 തവണ മാത്രമേ അനുവദിക്കുള്ളൂ. എന്നാൽ മെറ്റേണിറ്റി ലീവ് എടുക്കുന്നതിന് ലിമിറ്റ് ഇല്ല, എത്ര തവണ വേണമെങ്കിലും എടുക്കാം. അടുത്ത ചോദ്യം, 10 ദിവസം തുടർച്ചയായ താമസം ഔട്ട് സ്റ്റേഷനിൽ നടത്തിയാൽ ആ സ്ഥലത്തെ എന്ത് വിളിക്കുന്നു? 10 ദിവസം തുടർച്ചയായിട്ട് ഒരിടത്ത് താമസിച്ചാൽ ആ സ്റ്റേഷനെ നമുക്ക് ടെമ്പററി ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് വിളിക്കാം, താൽക്കാലിക ആസ്ഥാനം എന്ന് വിളിക്കാം. 10 ദിവസം തുടർച്ചയായി ഒരു ഔട്ട് സ്റ്റേഷനിൽ താമസിച്ചാൽ ആ സ്ഥലത്തെ, ഇതെല്ലാം ഔദ്യോഗിക സ്വഭാവത്തിലാണ് പറയുന്നത് കേട്ടോ, അതിനെ നമുക്ക് താൽക്കാലിക ആസ്ഥാനം അല്ലെങ്കിൽ ടെമ്പററി ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് വിളിക്കാം. മൂന്നാമത്തെ ടൈം ബൗണ്ട് ഹെയർ ഗ്രേഡ് എത്ര വർഷത്തെ സേവനം പൂർത്തിയാക്കുമ്പോഴാണ് കിട്ടുന്നത്? 22 വർഷം സേവനം പൂർത്തിയാക്കിയാലാണ് മൂന്നാമത്തെ ഹയർ ഗ്രേഡ് കിട്ടുന്നത്. അടുത്ത ചോദ്യം, പരമാവധി DCRG എത്ര വർഷത്തെ യോഗ്യതാ സേവനത്തിന് ശേഷമാണ് ലഭിക്കുന്നത്? മാക്സിമം DCRG എന്ന് പറയുന്നത് 33 വർഷത്തെ സേവനത്തിനാണ് പരമാവധി DCRG കിട്ടുക, അഥവാ 16 ഇരട്ടിയാണ് അവിടെ നമുക്ക് ലഭിക്കുന്നത്. ശരാശരി വേതനം എന്തിനു പറഞ്ഞാൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? കഴിഞ്ഞ 10 മാസത്തെ ശരാശരി ശമ്പളമാണ് ആവറേജ് എമോലുമെന്റ്സ് അല്ലെങ്കിൽ ശരാശരി വേതനം എന്ന് പറയുന്നത്. DCRGക്ക് വേണ്ട ഏറ്റവും കുറഞ്ഞ സേവനം എത്രയാ? നമുക്കറിയാം, DCRGക്ക് 5 വർഷമാണ് വേണ്ടത്. അടുത്ത ചോദ്യം, അപ്പൻഡിക്സ് 12C, അപ്പൻഡിക്സ് 12A ഉണ്ട്, 12B ഉണ്ട്, 12C ഉണ്ട്. അത് എന്തിനാണ് അനുവദിക്കുന്നത്? അത് ടു ജോയിൻ സ്പൗസ് എബ്രോഡ്, സ്പൗസിനോടൊപ്പം ജോയിൻ ചെയ്യാൻ വേണ്ടിയാണ് 12C. 12B എന്ന് പറയുന്നത് സ്റ്റഡി പർപ്പസ് ആണ്. 12A എന്ന് പറയുന്നത് അതർ എംപ്ലോയ്മെന്റ് ഇൻ ഇന്ത്യ ഓർ എബ്രോഡാണ്. മെച്ചപ്പെട്ട ഒരു ജോലി ഇന്ത്യയിലോ വിദേശത്തോ നേടുന്നതിന് വേണ്ടി എടുക്കുന്ന ലീവാണ് അപ്പൻഡിക്സ് 12A. അടുത്ത ചോദ്യം, ഒരു ഒറ്റത്തവണയിലെ ചാർജ് അലവൻസ് പരമാവധി എത്ര കാലയളവിലേക്ക് ലഭിക്കാം? ഒറ്റത്തവണ ചാർജ് അലവൻസ് എന്ന് പറയുന്നത് 90 ദിവസം മാത്രം. ഫുൾ അഡീഷണൽ ചാർജ് കൊടുക്കുമ്പോഴാണ് ചാർജ് അലവൻസ് കിട്ടുന്നത്. അത് 90 ദിവസം വരെയാണ് അനുവദിക്കാൻ പറ്റുള്ളൂ. കമ്മ്യൂട്ടഡ് ലീവ് എന്നത് യഥാർത്ഥത്തിൽ ഏത് അവധിയുടെ പരിവർത്തനമാണ്? ഹാഫ് പേ ലീവിന്റെ പരിവർത്തനമാണ് കമ്മ്യൂട്ടഡ് ലീവ്. രജിസ്ട്രേഷൻ വകുപ്പിലെ ഒരു LD ക്ലർക്കിനെ അതേ ഓഫീസിൽ തന്നെ UDC ആയി പ്രൊമോട്ട് ചെയ്താൽ അനുവദനീയമായ ജോയിനിങ് ടൈം എത്ര? ഒരു ഓഫീസിൽ തന്നെ LD UD ആക്കി പ്രൊമോട്ട് ചെയ്തു, അയാൾക്ക് ജോയിൻ ടൈം കൊടുക്കാവോ? കൊടുക്കാൻ പറ്റില്ല, അയാൾക്ക് ജോയിനിങ് ടൈം ഇല്ല. KSR ഏത് നിയമത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്? അടുത്ത ചോദ്യം, കേരള പബ്ലിക് സർവീസ് ആക്ടിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. യാത്രാ ഭത്ത അഥവാ ട്രാവലിംഗ് അലവൻസ് അനുവദിക്കുന്നതിനുള്ള പ്രാഥമിക വ്യവസ്ഥ എന്താണ്? യാത്രാ ഭത്ത അനുവദിക്കുന്നതിനുള്ള പ്രാഥമിക വ്യവസ്ഥ എന്താണ്? ഉത്തരം, യാത്ര പൊതു താല്പര്യത്തിന് വേണ്ടിയായിരിക്കണം. ദ ജേർണി ഷുഡ് ബി ഫോർ പബ്ലിക് ഇൻട്രസ്റ്റ്. പബ്ലിക് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം യാത്ര, എന്നാൽ മാത്രമേ ഇത് ട്രാവലിംഗ് അലവൻസ് അനുവദിക്കാൻ കഴിയുള്ളൂ. അടുത്ത ചോദ്യം, ഡെപ്യൂട്ടേഷൻ അലവൻസ് ഏത് നിരക്കിലാണ് നൽകുന്നത്? ഡെപ്യൂട്ടേഷൻ അലവൻസ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു അലവൻസ് ഇല്ല. ഡെപ്യൂട്ടേഷൻ അലവൻസ് എന്നും പറയുന്ന ഒരു അലവൻസ് ഇല്ല, അതുകൊണ്ട് അത് നൽകുന്നതുമല്ല. യോഗ്യതയുള്ള അധികാരിയുടെ അനുമതി ഇല്ലാതെ ഒരു സ്ഥലത്ത് എത്ര ദിവസത്തിൽ കൂടുതൽ താമസിച്ചാൽ DA അനുവദിക്കില്ല? 10 ദിവസത്തിൽ കൂടുതൽ ഒരു സ്ഥലത്ത് പെർമിഷൻ ഇല്ലാതെ താമസിച്ചാൽ പിന്നെ DA അനുവദിക്കുന്നതല്ല. നോഷണൽ ഇൻക്രിമെന്റ് ആനുകൂല്യം ഏത് ഫിക്സേഷന് ബാധകമാണ്? നമുക്കറിയാം 28A നോഷണൽ ഇൻക്രിമെന്റ് കൊടുക്കുക ആദ്യം. ഇപ്പൊ 28 ഫിക്സേഷൻ ആണ്. നമ്മുടെ ഫിക്സേഷൻ റൂളിൽ കുറെ റൂൾസ് ഉണ്ട്. 28 ഉണ്ട്, 28A ഉണ്ട്, 26 ഉണ്ട്, 30 ഉണ്ട്,
37A ഉണ്ട്, 37B ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. അതിൽ ഏറ്റവും ബെനിഫിറ്റ് ഉള്ള ഫിക്സേഷൻ എന്ന് പറയുന്നത് 28A ആണ്. 28A ഫിക്സേഷനിലാണ് എന്ത് കൊടുക്കുന്നത്? നോഷണൽ ഇൻക്രിമെന്റ് കൊടുക്കുന്നത്. അടുത്ത ചോദ്യം, കോമ്പൻസേഷൻ ലീവ് എത്ര കാലത്തിനുള്ളിൽ എടുക്കണം? 3 മാസത്തിനുള്ളിൽ എടുക്കണം. അപ്പം നമ്മൾ ഈ കഴിഞ്ഞ ഞായറാഴ്ച ഒരു നമ്മൾ ഡ്യൂട്ടി എടുത്തു. അതിന് പകരം നമുക്കൊരു കോമ്പൻസേഷൻ ലീവ് ഉണ്ട്. ഞായറാഴ്ച കളക്ടറേറ്റിൽ നമ്മൾ ഒരു ഡ്യൂട്ടി ക്ലർക്കിൻ്റെ ഡ്യൂട്ടി എടുത്തു. അപ്പം ഞായറാഴ്ച മുതൽ 3 മാസത്തിനുള്ളിൽ ആ ഞായറാഴ്ചയുടെ കോമ്പൻസേഷൻ ലീവ് എടുത്തിരിക്കണം, ആ ഓഫ് എടുത്തിരിക്കണം. അപ്പോൾ കോമ്പൻസേഷൻ ലീവ് എത്ര കാലത്തിനുള്ളിൽ എടുത്തിരിക്കണമെന്ന് ചോദിച്ചാൽ 3 മാസത്തിനുള്ളിൽ എടുത്തിരിക്കണമെന്നാണ്. അടുത്ത ചോദ്യം, പെറ്റേണിറ്റി ലീവ് എത്ര കാലത്തിനുള്ളിൽ എടുത്തിരിക്കണം? ഞാനിപ്പോൾ പറഞ്ഞതാണ്, 3 മാസത്തിനുള്ളിൽ പെറ്റേണിറ്റി ലീവ് എടുത്തിരിക്കണം. താഴെ പറയുന്നവയിൽ ഏതാണ് പെൻഷന് വേണ്ടിയുള്ള യോഗ്യതാ സർവീസായി കണക്കാക്കുന്നത്? പെൻഷന് വേണ്ടിയിട്ടുള്ള യോഗ്യതാ സർവീസ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസ് ഞാനൊന്ന് പറയാം. LWA അണ്ടർ അപ്പൻഡിക്സ് 12B, അത് പെൻഷൻ കണക്കാക്കില്ല. 12B പ്രകാരമുള്ള LWA പെൻഷൻ കണക്കാക്കില്ല. കോൺട്രാക്റ്റ് നിയമനം, അതും പെൻഷന് കണക്കാക്കില്ല. LWA അണ്ടർ അപ്പൻഡിക്സ് 12A കണക്കാക്കില്ല. LWA അണ്ടർ മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലുള്ള LWA എന്തിനു കണക്കാക്കും? പെൻഷന് കണക്കാക്കുന്നതാണ്. ഓക്കെ, ഇത്രയും ചോദ്യങ്ങളാണ് ഞാൻ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്ലാസ് കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും ക്വസ്റ്റ്യൻസ് കാണാം.